കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ സമയത്തിൽ ലൈവിൽ നിങ്ങളോട് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലാനുസൃതമായ ഒരു വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളുമായും അഭീതകാംക്ഷികളുമായി ഒരു നിമിഷം സംവദിക്കുവാനാകുന്നു ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഇതിന് ഞാൻ അവസരമുണ്ടാക്കിയത് ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് മദ്യത്തിനെതിരെയുള്ള അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുവാനിടയായി. അപ്പോൾ ഒരു ലൈവിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന മദ്യപാനത്തെക്കുറിച്ചും മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും ഒന്ന് രണ്ട് ചിന്തകൾ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുവാനിടയായി. വിശുദ്ധ വേദപുസ്തകമെന്ന് പറയുന്ന അനുഗ്രഹീതമായ പുസ്തകം അനശ്വരതയുടെ നിറക്കൂട്ടുമായി അവനിലേക്ക് ഇറങ്ങി വന്ന അതുല്യമായ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ബൈബിൾ. മനുഷ്യവർഗം എങ്ങനെ വിരാജിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ചില വസ്തുതകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാകുന്നു വിശുദ്ധ ബൈബിൾ. മദ്യപാനമെന്ന് പറയുന്ന വിപത്തിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിന് വളരെ കൃത്യമായ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പത്രദ്വാര നമ്മൾ മനസ്സിലാക്കിയത് അഫാൻ എന്ന് പറയുന്ന ഒരു ചെറിയ യുവാവ് 5 പേരെയാണ് മദ്യപാനത്തിൻ്റെ ദൂഷിത വലയത്തിൽപ്പെട്ട് കൊല്ലുവാനിടയായിത്തീർന്നത്. അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂൾ തലങ്ങളിലും പോലും മദ്യപാനം സഹപാഠികൾ തമ്മിലടിക്കുന്നതിനും കൊലവിളി നടത്തുന്നതിനും അവസരമുണ്ടാക്കി കൊടുക്കുന്നത് കാണുവാൻ കഴിയും. ഈ പത്രക്കുറിപ്പുകൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദനാത്മകമായ ചില ചിന്തകൾ കടന്നു വരുവാനിടയായി. ഇന്നിൻ്റെ മനുഷ്യൻ ഈ ലോകത്തിൽ തന്നെ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. സമൂഹത്തിൽ വിപത്തായി മാറിയിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ ഫലപ്രദമായ മേഖലകളിൽ സഞ്ചരിക്കുന്നതിന് പകരം ഈ വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ വലയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ നേരിടേണ്ടതായ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിച്ചോടുവാൻ വേണ്ടി മദ്യത്തിൽ അഭയം പ്രാപിക്കുന്ന യുവാക്കളെയാണ് നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയുന്നത്. കള്ളനും കറുപ്പിനും കഞ്ചാവിനും MDAയ്ക്കുമൊക്കെ വശംവദരായി ജീവിതം നശിപ്പിച്ച് കളയുന്ന 10,000-കണക്കിന് യുവാക്കളെയാകുന്നു നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയുന്നത്. യുവാക്കൾ മാത്രമല്ല, യുവതികൾ പോലും മദ്യപാനത്തിൻ്റെ അടിമകൾ ആയിട്ടുണ്ട് എന്ന് പത്രദ്വാര നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ പോലും മദ്യത്തിൻ്റെ അടിമകളായി തീർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മദ്യപാനം സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിഷമായി, ഒരു മാരക പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ മഹാന്മാരും മതഗ്രന്ഥങ്ങളും വിശുദ്ധ ബൈബിളും ഈ മദ്യപാനത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചൊരു ചെറിയ അവലോകനം നടത്തുവാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. മദ്യം വിഷമാകുന്നു, അതുണ്ടാക്കരുത്, കഴിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു പഠിപ്പിക്കുവാനിടയായിത്തീർന്നു. മദ്യം വിഷമാകുന്നുവെന്ന് മഹാത്മാഗാന്ധിജി പഠിപ്പിച്ചു. മദ്യം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശ്രീ യേശു ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ മഹാരഥന്മാരും മദ്യത്തിനെതിരെ ശക്തമായി വിരൽ ചൂണ്ടി മദ്യത്തിൻ്റെ ഉപയോഗത്തെ കർക്കശമായി നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സന്ദർഭവശാൽ ഇന്നത്തെ യുവാക്കളും ഇന്നിൻ്റെ മനുഷ്യനും മദ്യത്തിൻ്റെ അടിമകൾ ആയി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാലഘട്ടത്തെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ബുദ്ധിരാക്ഷസന്മാരായ ചിന്തകന്മാരും തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന
സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് കൂലങ്കക്ഷമായി പഠനം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യത്തിനെതിരെ ഫലപ്രദമായി പ്രയോഗിക്കാൻ കഴിയുന്ന ഏത് മതഗ്രന്ഥമുണ്ട്, ഏത് മത നേതാവുണ്ട്, ഏത് ചിന്തകനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഞാൻ മേൽപ്പറയപ്പെട്ട എല്ലാ ചിന്തകന്മാരും മദ്യത്തിനെതിരെ ശക്തമായി വിരൽ ചൂണ്ടിയ ആളുകളാകുന്നു. മദ്യത്തിനെതിരെ വിരൽ ചൂണ്ടിയ ഈ മഹാരഥന്മാരെ ആളുകൾ പഠിപ്പിച്ച ചിന്തയിലൂടെ ആർഷഭാരതം മുൻപോട്ട് പോയാൽ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന ഖ്യാതി നേടിയിട്ടുള്ള കേരളം ഇന്ന് മദ്യത്തിൻ്റെ പിടിയിൽ അമർന്നതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ അസമാധാനവും അരാജകത്വവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അരോചകമായ ജീവിതാന്തരീക്ഷം കടന്നു വന്നിട്ട് ഇവിടുത്തെ മനുഷ്യൻ തീർത്തും ആ മോശമായ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ച് എന്തും ചെയ്യുവാൻ മദ്യത്തെ ഉപയോഗിക്കുന്ന കാണുവാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യത്തിൻ്റെ ചിന്തകൾക്കുമെതിരെ, മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുമെതിരെ വളരെ ശക്തമായി താക്കീത് കൊടുക്കുവാൻ മതഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത് മദ്യപാനം ഒരു കാരണവശാലും ശുഭോദകമല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു മദ്യത്തിനും മദ്യത്തിൻ്റെ ഉപയോഗത്തിനും വളരെ കർക്കശമായി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്നിട്ടായിട്ടുള്ള എല്ലാ മതങ്ങളും മതത്തിൻ്റെ ചിന്തകളും മതത്തിൻ്റെ ആചാര്യന്മാരും മതാചാര്യന്മാരും മദ്യത്തിനും മദ്യത്തിൻ്റെ ഉപയോഗത്തിനുമെതിരെ ശക്തമായി താക്കീത് കൊടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറ അവിടെ നിന്ന് പുറകോട്ട് പോയിട്ട് മദ്യത്തിൻ്റെ അനുസാരികളായി തീർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ചിന്തകളെ അവസാനിപ്പിച്ച് ഒരു സുന്ദരമായ നല്ല കേരളം ഉണ്ടായി വരണമെങ്കിൽ തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടിയേ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ശ്ലാഘനീയമായൊരു വസ്തുതയായി ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ മതചിന്തകന്മാരും മതപ്രഭാഷകന്മാരും മതത്തിൻ്റെ ചിന്തകന്മാരും മതത്തിൻ്റെ പുങ്കമന്മാരായ ആളുകളും ഈ മദ്യത്തിനും മദ്യത്തിൻ്റെ ഉപയോഗത്തിനുമെതിരെ ശക്തമായി താക്കീത് കൊടുക്കുവാൻ രംഗത്ത് വന്നാൽ തീർച്ചയായും മദ്യത്തിൻ്റെ ഉപയോഗം നമുക്ക് തടയുവാനിടയായിത്തീരും. മദ്യം മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്. മദ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ്റെ സുബോധം നഷ്ടപ്പെടുകയും അവൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവൻ അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയാകുന്നു കൊല്ലും കൊലയും കൊലവിളിയുമൊക്കെ നമ്മുടെ നാട്ടിൽ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊള്ളയ്ക്കും കൊള്ളവയ്പ്പിനും കൊലയ്ക്കും കൊലവിളിക്കും അതിര് വരുത്തുവാൻ അല്ലെങ്കിൽ അറുതി വരുത്തുവാൻ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൃത്യമായി നാം അവസാനിപ്പിക്കേണ്ടതായിരിക്കുന്നു. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എല്ലാ മതങ്ങളും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യപാനത്തിൻ്റെ ദൂഷിത വലയത്തിൽ നിന്നും കേരളത്തിലെ മുഴുവൻ ജനസമൂഹവും രക്ഷപ്പെടുമ്പോൾ സുന്ദരമായ ഒരു കേരളം പൊട്ടിപ്പുറപ്പെടുവാനിടയായിത്തീരും. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് മഹാകവി പാടുവാനിടയായിത്തീർന്നത്. ഭാരതത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമുള്ള ഈ ആപ്തവാക്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകണമെങ്കിൽ മദ്യത്തിനും മദിരാക്ഷിക്കും കള്ളിനും കഞ്ചനവിനും കറുപ്പിനും അടിമപ്പെട്ട മനുഷ്യജീവിതങ്ങൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, മതചിന്തകന്മാരുടെ ഭാഗത്തുനിന്ന്, മത ആചാര്യന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ കഴിയും. അതിനുപയുക്തമായ യേശുക്രിസ്തുവിൻ്റെ ചിന്തകൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചിന്തകൾക്ക് എന്നും അഭിപ്രായം പറയുവാൻ മാത്രമല്ല അത് അന്വേഷിക്കാനും ആദരിക്കുവാനും അതിനെ ഹൃദയത്തിലേറ്റെടുക്കുവാനും കഴിയട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.